സർഫസ് ഏരിയാസ് ആൻഡ് വോളിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 13.2 ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. എ വെസൽ ഈസ് ഇൻ ദ ഫോം ഓഫ് എൻ ഇൻവേർട്ടഡ് കോൺ. ഇൻവേർട്ടഡ് കോണിൻ്റെ ഷേപ്പിലാണ് ആ വെസൽ ഉള്ളത്. ഇറ്റ്സ് ഹൈറ്റ് ഈസ് 8 സെൻറ്റിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ഇറ്റ്സ് ടോപ്പ് വിച്ച് ഈസ് ഓപ്പൺ ഈസ് 5 സെൻറ്റിമീറ്റർ. അതായത് ഇതുപോലെ ഇൻവേർട്ടഡ് കോൺ പോലെ. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു ദ ബ്രിം. ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. വെൻ ലെഡ് ഷോട്ട്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് എ സ്പിയർ. ലെഡ് ഷോട്ട് അത് സ്പിയർ പോലെയാണ്. അതിൻ്റെ റേഡിയസ് 0.5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡ്രോപ്പ്ഡ് ഇൻ ടു ദ വെസൽ. അപ്പോൾ ഈ വെസലിൽ ഫുള്ള് വെള്ളമുണ്ട്. അതിലേക്ക് നമ്മൾ ലെഡ് ഷോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും, വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ എത്ര വെള്ളമാണ്? ഇപ്പോൾ 1/4 ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ലെഡ് ഷോട്ട് ഡ്രോപ്പ്ഡ് ഇൻ ദ വെസൽ. അപ്പോൾ 1/4 ഇതിൽ ഫുള്ള് വെള്ളമുണ്ട്. അതിൽ 1/4 വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ലെഡ് ഷോട്ടാണ് അതിലിട്ടത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര ലെഡ് ഷോട്ട് ഇട്ടെന്ന് അറിയണമെങ്കിൽ, അതായത് നമുക്കത് അറിയില്ല, നമ്മളിവിടെ n ലെഡ് ഷോട്ട്, നമ്പർ ഓഫ് ലെഡ് ഷോട്ട് n ആയിട്ട് എടുക്കുന്നു. നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ്. അപ്പോൾ അത് കാണണമെങ്കിൽ എത്ര എണ്ണം ഇട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയം ഇൻറ്റു എത്ര എണ്ണം അതറിയില്ല. അത് ഈക്വൽ ടു 1/4 ഓഫ് ദ വാട്ടർ ഫ്ലോസ് ഔട്ട്. അപ്പോൾ 1/4 ഓഫ് ദ വാട്ടർ ഇൻ ദ വെസൽ കൊടുക്കുക. അതിൽ നിന്ന് n കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വോളിയം ഓഫ് വെസൽ കിട്ടണം. വോളിയം ഓഫ് വെസൽ അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അത് വോളിയം ഓഫ് കോണിന് ഈക്വൽ ആണ്. ഇൻവേർട്ടഡ് കോണിന്റെ ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ വെസൽ ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഇൻ ദ വെസൽ ഏതിന് ഈക്വൽ ആണ്? വോളിയം ഓഫ് കോണിന് ഈക്വൽ ആണ്. അപ്പോൾ വോളിയം ഓഫ് കോൺ എന്താണ്? 1/3 പൈ r സ്ക്വയർ h ആണ്. 1/3 പൈ r സ്ക്വയർ h ആണ് വോളിയം ഓഫ് കോൺ. അപ്പോൾ അതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ പൈയുടെ വാല്യൂ നമുക്ക് കൊടുക്കണ്ട, അത് ക്യാൻസൽ ആയി പോകും. r എന്ന് പറയുന്നത് 5 സ്ക്വയർ ഇൻറ്റു h എന്ന് പറയുന്നത് അവിടെ 8 ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വോളിയം ഓഫ് കോൺ എന്ന് കിട്ടുന്നത്. ഇനി വോളിയം ഓഫ് ലെഡ് ഷോട്ട്. വോളിയം ഓഫ് ലെഡ് ഷോട്ട് സ്പിയർ ആണ്. അപ്പോൾ ലെഡ് ഷോട്ട് സ്പിയർ ആയതുകൊണ്ട് സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4/3 പൈ r ക്യൂബ്. അപ്പോൾ 4/3 ഇൻറ്റു പൈ ഇൻറ്റു r ക്യൂബ് എന്ന് പറയുന്നത് 6.5 ആണ്. 0.5 ക്യൂബ്. ഇനി നമുക്ക് ഇവിടെ കാണുന്നത് നമ്പർ ഓഫ് ലെഡ് ഷോട്ട് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് ലെഡ് ഷോട്ട് എത്ര എണ്ണം ഇട്ടാലാണ് ഇതിലുള്ള വെള്ളം 1/4 പുറത്തേക്ക് പോവുക. അതിപ്പോൾ 1 ഇട്ടാലൊന്നും 1/4 പോകില്ല. അപ്പോൾ ചെറിയ ലെഡ് ഷോട്ട്സ് ആണ്. അതിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര എണ്ണം ഇട്ടപ്പോഴാണ് ഈ വെസലിലുള്ള വെള്ളത്തിന് 1/4 പുറത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട് ഈക്വൽ ടു 1/4 വോളിയം ഓഫ് വാട്ടർ ഇൻ ദ വെസൽ. 1/4 വെള്ളമാണ് പുറത്തേക്ക് പോകുന്നത്. വോളിയം ഓഫ് വാട്ടർ ഇൻ ദ വെസൽ. അപ്പോൾ 1/4 വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫുള്ളായിട്ടുള്ളത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അത് ഇൻറ്റു 1/4 ചെയ്താൽ മതി. അപ്പോൾ n ഇൻറ്റു ഇവിടെ എത്രയാണ്? 4/3 പൈ ഇൻറ്റു 0.5 ക്യൂബ് ഈക്വൽ ടു 1/3. അതായത് ഇവിടെ 1/4 ഉണ്ട്. ആ 1/4 ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഇൻ ദ വെസൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? 1/3 ഇൻറ്റു പൈ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 8. അപ്പോൾ ഇവിടെ നമുക്ക് 3 ക്യാൻസലായി. അതുപോലെ പൈയും ക്യാൻസലായി പോയി. n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n ഈക്വൽ ടു ഇവിടെ എങ്ങനെ വരും? വേറെ ഒന്നും അതിൽ ക്യാൻസൽ ആവില്ല. അപ്പോൾ n ഈക്വൽ ടു ഇവിടെ n ഇൻറ്റു 4 ഇൻറ്റു 0.5 ക്യൂബാണ് ഉള്ളത്. ഈക്വൽ ടു ഇവിടെ എന്താണുള്ളത്? 1/4 ഇൻറ്റു 5 സ്ക്വയർ, അതായത് 25 ഇൻറ്റു 8 ആണുള്ളത്. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് n ആണ്. അപ്പോൾ n ഈക്വൽ ടു 25 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 4 അവിടെ ഉണ്ട്. ഇത് ഡിവൈഡ് ബൈ 4 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5. ഇതെല്ലാം ഡിനോമിനേറ്ററിൽ വന്നു. അപ്പോൾ ഇവിടെ 0.5
ഇവിടെ നമുക്ക് പോയിന്റ് മാറ്റിയാലും മതി. അപ്പോൾ പോയിന്റ് മാറ്റുമ്പോൾ 50, ഇവിടെ 2, ഇപ്പോൾ 20 ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത് 3 പ്ലേസ് വേണം നമുക്ക് പോയിന്റ് മാറ്റാൻ. അപ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ ഇവിടെ 5 5 25 ക്യാൻസലായി. ഇവിടെ 10 ആണുള്ളത്. അപ്പോൾ 1000 ബൈ 10 ആണുള്ളത്. 1000 ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. അപ്പോൾ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് എന്ന് പറയുന്നത് 100 ആണ്. പോയിന്റ് മാറ്റണമെന്നൊന്നുമില്ല, ഡയറക്റ്റായി ചെയ്യാൻ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ പോയിന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 3 പ്ലേസ് ആണ് പോയിന്റ് മാറ്റാനുള്ളത്. അപ്പോൾ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 1000 ചെയ്യും. അപ്പോൾ ഇവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെല്ലാം 5 ആയി മാറും. എന്നിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 100 ലെഡ് ഷോട്ട്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് n, എത്ര ലെഡ് ഷോട്ട് ഇട്ട ആളാണ് 1/4 വെള്ളം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ n ഇൻറ്റു ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയം എത്രയാണെന്ന് അറിയണം. അതിൻ്റെ സൈസ് അനുസരിച്ചാണ്. വലുതാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, ചെറുതാണെങ്കിൽ നമ്മൾ കൂടുതലിടണം. അതുകൊണ്ടാണ് വോളിയം ഓഫ് ലെഡ് ഷോട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ n ഇൻറ്റു വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട് ഈക്വൽ ടു, അപ്പോൾ എത്ര എണ്ണ ഇട്ടപ്പോഴാണ് 1/4 വാട്ടർ പുറത്തേക്ക് പോയത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആക്കിയിട്ട് അതിൽ നിന്ന് n കണ്ടുപിടിക്കുക. n ഈക്വൽ ടു 100. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ സോളിഡ് അയൺ പോൾ കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടർ ഓഫ് ഹൈറ്റ് 220 സെൻറ്റിമീറ്റർ ആൻഡ് ബേസ് ഡയമീറ്റർ 24 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് സർമൗണ്ടഡ് ബൈ അനദർ സിലിണ്ടർ ഓഫ് ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ ആൻഡ് റേഡിയസ് 8 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ മാസ് ഓഫ് ദ പോൾ ഗിവൺ ദാറ്റ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് മാസ് ആൻഡ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് അയൺ ഹാസ് അപ്രോക്സിമേറ്റ്ലി 8 gram മാസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാസ് ഓഫ് ദ പോളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് വേണം, വോളിയം വേണം. 1 സെൻറ്റിമീറ്റർ ക്യൂബിനാണ് 8 gram. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണുള്ളത്. ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ വേറൊരു സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 220 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സിലിണ്ടർ ഹൈറ്റ്, അപ്പോൾ രണ്ടിൻ്റെ ഹൈറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് h1, അതുപോലെ റേഡിയസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് വ്യത്യാസം അറിയാൻ വേണ്ടി h1 ഈക്വൽ ടു 220 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുക. അതുപോലെ ഇതിൻ്റെ റേഡിയസ്, ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത് 24 സെൻറ്റിമീറ്റർ, റേഡിയസ് എന്ന് പറയുമ്പോൾ 12 സെൻറ്റിമീറ്റർ കിട്ടി. അതുപോലെ സെക്കൻഡ് സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്, അതിൻ്റെ റേഡിയസ് 8 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ക്യൂബിന് 8 gram ആണെങ്കിൽ ഇത് എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയണം. അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 8 gram കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് അയൺ പോൾ equal to volume of first cylinder plus volume of second cylinder. അങ്ങനെ എഴുതുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഫോർമുല കൊടുക്കുന്നു. സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്, πr² ആണ്. അപ്പോൾ ഇവിടെ πr1² പ്ലസ് πr2² രണ്ടിൻ്റെയും നമുക്ക് റേഡിയസും ഹൈറ്റും എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് അങ്ങനെ എഴുതി. ഇതിൽ പൈ മാത്രമേ നമുക്ക് കോമൺ ആയിട്ടുള്ളൂ. r1² പ്ലസ് r2² ഇനി ഇതിൽ പൈയുടെ വാല്യൂ 3.14 അവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. ഇൻറ്റു r1 എന്ന് പറയുന്നത് എത്രയാണ്, 12² പ്ലസ് h1 എത്രയാണ്, 220 പ്ലസ് r2² എന്ന് പറയുന്നത് 8² ഇൻറ്റു h2 എന്ന് പറയുന്നത് 60. അപ്പോൾ നമുക്ക് 3.14 ഇൻറ്റു 12² എന്ന് പറഞ്ഞാൽ 144 ഇൻറ്റു 220 പ്ലസ് 64 ഇൻറ്റു 60 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 144 ഇൻറ്റു 22 എന്ന് പറഞ്ഞാൽ 882 16 1 31680 എന്ന് വന്നു. 3.14 ഇൻറ്റു 3168 പ്ലസ് ഇവിടെ 64 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 24 2 38 3840 ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 31680 483. അപ്പോൾ 0 12 114 15 145 35520 എന്നാണ് കിട്ടുന്നത്. 3.14 ഇൻറ്റു 35520
520. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് മാസ് ഓഫ് ദ പോൾ ആണ് കാണേണ്ടത്. അപ്പോൾ മാസ് ഓഫ് ദ പോൾ എന്ന് പറയുന്നത് mass of the pole 1 centimeter ക്യൂബിന് 8 gram ആണ്. 8 gram എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 8/1000 കിലോഗ്രാം ആണ്. 8/1000 കിലോഗ്രാം. നമുക്കിപ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, വോളിയം 3.14 ഇൻറ്റു 35520 ഇൻറ്റു 8/1000. ഇനി ഇതിലിപ്പോൾ ഒരു 0 ക്യാൻസലായി, വേറെ എന്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ 3552 ഇൻറ്റു 8, 3552 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 16 141 428 ഇത്രയാണുള്ളത്. ഇനി 314 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 2 6 16 1 33 3 11 6 1 4 8 2. ഇനി 18 1 4 12 1 24 25 2 6 8. അപ്പോൾ 4 12 14 15 16 1 12 1 8 1 3 4 5 9 8 9 8 9 2 6 ഇത്രയാണ് കിട്ടുന്നത്. 8 9 2 2 6 2 4. ഇവിടെ 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്. ഡിവൈഡ് ബൈ 100. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പോയിന്റ് 2 പോയിന്റ് ഇങ്ങോട്ട് വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് കൊടുത്തു. ഇപ്പോൾ 89226.24 വന്നു. ഡിവൈഡ് ബൈ 100 ഉണ്ട്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പോയിന്റും കൂടി ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ 892.2624 ഇതാണ് അതിൻ്റെ ആൻസർ. 892.2624 അത്രയും കിലോഗ്രാം മാസ് ഓഫ് ദ പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അത്രയേ ഉള്ളൂ. വോളിയം കണ്ടുപിടിക്കുക, അതിനുശേഷം എത്രയാണ് മാസ് നമുക്ക് തന്നിട്ടുള്ളത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മാസ് ഗ്രാമിലാണുള്ളത്, അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുക. അപ്പോൾ അത്രയേ ഉള്ളൂ. 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ a solid consists of a right circular cone of height 120 cm and radius 60 cm. Standing on a hemisphere of radius 60 cm is placed upright in a right circular cylinder full of water such that it touches the bottom. Find the volume of water left in the cylinder if the radius of the cylinder is 60 cm and height 180 cm. അതായത് ഇവിടെ ഇതിൽ വെള്ളം ഇങ്ങനെയുണ്ട്. ഒരു നമ്മൾ സോളിഡ് ഏത് ഷേപ്പിലാണുള്ളത്, ഒരു ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ കോൺ വെച്ച് ഇതിൽ ഇങ്ങനെയാണ് നമുക്ക് ഉള്ളിലുള്ളത്. കണ്ടില്ലേ, ഹെമിസ്ഫിയർ, അതിൻ്റെ മുകളിൽ കോൺ. ഇതാണ് നമ്മുടെ സോളിഡ്. ആ സോളിഡ് എന്ത് ചെയ്യുന്നു, ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടർ, അതിൽ ഫുള്ള് വെള്ളമുണ്ട്, അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറക്കി വെക്കുമ്പോൾ എന്താവും, വെള്ളം കുറച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അതിൽ എത്ര വെള്ളം ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ആ സിലിണ്ടറിൽ ഇനി ബാക്കി വെള്ളം എത്രയുണ്ട് അത് കാണണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ റൈറ്റ് സർക്കുലർ സിലിണ്ടറിൻ്റെ വോളിയം കാണാം. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അളവ്, എത്ര വെള്ളം ഫസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഈ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് ഈ സോളിഡിൻ്റെ വോളിയം മൈനസ് ചെയ്യണം. സോളിഡ് അതിലേക്ക് ഇറക്കി വെക്കുമ്പോഴാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. നമുക്ക് സിലിണ്ടറിൽ ബാക്കി എത്ര വെള്ളം ഉണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ഈ സോളിഡിൻ്റെ വോളിയം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൈറ്റ് സർക്കുലർ സിലിണ്ടറിൽ ബാക്കി എത്ര വെള്ളം ഉണ്ട് എന്നുള്ളത് കിട്ടും. അത് നമുക്ക് സാധാരണ അറിയുന്നത് തന്നെ. ഇതിലേക്ക് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് വെള്ളമുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ആ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അളവാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് വോളിയം ഓഫ് സോളിഡ് കാണാം. വോളിയം ഓഫ് സോളിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ വോളിയം ഓഫ് ഹെമിസ്ഫിയർ, വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ. സോളിഡ് ആ ഷേപ്പിലാണ് ഉള്ളത്. ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ ഒരു കോണുള്ള പോലെ.
അപ്പോൾ വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ ആണ്. വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഇവിടെ നമുക്ക് രണ്ടിൻ്റെയും റേഡിയസ് സെയിം തന്നെയാണ്. ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും 60 സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ R1 അങ്ങനെ കൊടുക്കേണ്ടതില്ല. അപ്പോൾ 1/3 വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2/3 പൈ r³ പ്ലസ് വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 പൈ r²h. ഇതിൽ നമുക്ക് 1/3 പൈ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 1/3 പൈ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ പൈ r² കോമൺ ആയിട്ടുണ്ട്. ഇതിൽ r³ ഉണ്ട്, ഇതിൽ r² ഉണ്ട്. അപ്പോൾ 1/3 പൈ r² നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി എന്താണുള്ളത്? 2r. 2 എടുത്തിട്ടില്ല, 1/3 ആണ് എടുത്തത്. അപ്പോൾ അവിടെ ഒരു 2 ബാക്കിയുണ്ട്. r² ആണ് പുറത്തേക്ക് എടുത്തത്, അപ്പോൾ 6 ബാക്കിയുണ്ട്. പ്ലസ് 1/3 പൈ r² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ h ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 1/3 ഇൻറ്റു 22/7 ഇൻറ്റു ഇവിടെ r എന്ന് പറയുന്നത് എത്രയാണ്? 60. 60 ഇൻറ്റു 60 ഇൻറ്റു 2 ഇൻറ്റു 60 പ്ലസ് ഹൈറ്റ് എത്രയാണ്? 120. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കുമ്പോൾ 1/3 ഇൻറ്റു ഇതിനെ വേണമെങ്കിൽ 1/3 എന്ത് ചെയ്യുക? ആ 60 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. 1/3 60 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 20 ആയി. ഇനി 22 ഇൻറ്റു 20 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 7 ഇവിടെ ഉണ്ട് ഇൻറ്റു ഇത് 120. 120 പ്ലസ് 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 240. അപ്പോൾ ഇത്രയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 44 440 ആയി. അവിടെ 440 ഇൻറ്റു 60. അപ്പോൾ 24 264 26400 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് 240 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 16 1 0 ഇടാണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 264 ഇവിടെ 264 ഇൻറ്റു 24 16 1 24 25 2 10 8 12 1 5 6 13 3 6 6 3 3 6 എത്ര 0 1 2 3 3 0. അപ്പോൾ ഇത് കിട്ടുന്നത് 63630 ഡിവൈഡ് ബൈ 7 ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് കാണണം? വോളിയം ഓഫ് വാട്ടർ ഇൻ ദ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ കണ്ടുപിടിച്ചാൽ മതി. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സിലിണ്ടറിൻ്റെ റേഡിയസ് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 100. വോളിയം ഓഫ് വാട്ടർ ഫിൽഡ് in the right circular cylinder equal to pi r² h ആണ്. pi r² h. pi r² h എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു r എത്രയാണ്? 60. 60 ഇൻറ്റു 60 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 180. അപ്പോൾ അത്രയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെയും ഡിനോമിനേറ്ററിൽ നമുക്ക് 7 ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ആണ് ചെയ്യേണ്ടത്. 60 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ 3600. 36 ഇൻറ്റു 18 48 4 24 4 28 6 3 8 14 1 5 6 648 648 ഇൻറ്റു 22 648 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ 16 1 9 12 16 1 9 12 6 15 12 3 4 1 1 4 2 5 6 എത്ര 0 3 0 ഡിവൈഡ് ബൈ 7 ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ ദ സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് സോളിഡ്. സോളിഡ് എത്രയാണ് കിട്ടിയത്? ഇവിടെ ആൻസർ. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് വാട്ടർ
left in the cylinder equal to volume of water left in the cylinder equal to volume of water filled in the right circular cylinder. അത് തന്നെയാണ് volume of cylinder minus volume of solid. ഇവിടെ 1425630 minus 6336 ഡിവൈഡ് ബൈ 2 7 ഉണ്ട്. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 79200007 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 7 9 ആവുമ്പോൾ 1 7 2 22 22 7 3s are 21 1 വന്നു ഒരു 0 10 10ൽ നമുക്ക് 7 അപ്പോൾ 10 7 ആയി. അപ്പോൾ 3 റിമൈൻഡർ ഒരു 0 രണ്ടാമത്തെ 0 30 4 28 2 മൂന്നാമത്തെ 0 20 20ൽ 2 14 പിന്നെ എത്ര വരുന്നത് 6 60 എന്ന് പറയുമ്പം 8 7s are 56. അപ്പോൾ ഏകദേശം 1131428 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇതിനെ വേണമെങ്കിൽ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണമെങ്കിൽ മീറ്റർ ക്യൂബിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ മതി. അപ്പോൾ 8th question, a spherical glass vessel has cylindrical neck 8 cm long, 2 cm in diameter. The diameter of the spherical part is 8.5 cm. By measuring the amount of water it holds, a child finds its volume to be 345 cm cube. Check whether she is correct taking above inside measurements and പൈയുടെ വാല്യൂ 3.14 കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ വെസലിൻ്റെ നമുക്ക് വോളിയം കാണണം. വോളിയം ഓഫ് വെസൽ എന്ന് പറയുന്നത് എന്തായിരിക്കും അവിടെ? ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് സ്ഫിയർ. രണ്ടിൻ്റെ വോളിയം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെസലിലുള്ള വെള്ളത്തിൻ്റെ അളവ് കിട്ടും. അതായത് വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇത് റേഡിയസ് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. റേഡിയസ് R1 എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ R1 സ്ക്വയർ H പ്ലസ് സ്ഫിയറിൻ്റെ വോളിയം 4/3 പൈ R2 ക്യൂബ്. ഇവിടെ ഇതിന് R2 എന്ന് കൊടുക്കുക. അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 8.5. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് R1 R2 അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പൈ R1 സ്ക്വയർ H പ്ലസ് 4/3 R2 ക്യൂബാണ് വരുന്നത്. ഇനി പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു R1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ 1 ഇൻറ്റു 1 ഇൻറ്റു H എത്രയാണ്? 8 പ്ലസ് 4/3 ഇൻറ്റു R2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8.5/2 ഇൻറ്റു 8.5/2 ഇൻറ്റു 8.5/2. അപ്പോൾ ഈ 2 2 ഇതും ക്യാൻസലായി. ഇനി 3.14 ഇൻറ്റു ഇവിടെ 8 പ്ലസ് 8.5 അത് 8.5 മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടുകയെന്നുള്ളത് 850 42 468. അപ്പോൾ 5 2 12 1 7225 7225ന് 85 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 1 11 1 36. ഇനി 44 22 18 1 57. അപ്പോൾ 5 2 1 14 614 125 ആണ് വരുന്നത്. 614.125 ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ 6ന് ഇങ്ങോട്ടേക്ക് ക്ലോസ് ചെയ്യുക. അപ്പോൾ 48 ആയി. എങ്ങനെ കിട്ടാൻ നോക്കാം? 3.14 ഇൻറ്റു 48 പ്ലസ് 614.125 ഡിവൈഡ് ബൈ 6. അപ്പോൾ ഇവിടെ ഇതിനെ ക്യാൻസൽ ചെയ്ത് 3 ആയി. ഇത് 1.57. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 614.125 48ഉം ആഡ് ചെയ്യുമ്പോൾ 125 12 1 5 6 662.125 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1.57 ഇൻറ്റു 662.125 ഡിവൈഡ് ബൈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കിനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
157. അപ്പോൾ 157, 35, 3, 17, 1, 8, 14, 1, 42, 43, 4, 46, 5, 2, 12, 1, 6, 10, 1, 31, 3, 34. ഇനി 5, 2, 1, 2, 6, 6. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 1.57 ഇൻറ്റു 662.125. അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 10395365. അപ്പോൾ 5 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് 1, 2, 3, 4, 5 ഡിവൈഡ് ബൈ 3 ഉണ്ട്. അപ്പോൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3s are 9, 13 4 3s are 12, ഇവിടെ 19, 6, 18 ആയി, 15 5, പിന്നെ 1, 2, 0 ഇങ്ങനെ പോകും. അപ്പോൾ 346.5120 3 സെൻറ്റിമീറ്റർ ക്യൂബാണ് വരുന്നത്. ഇവിടെ കിട്ടേണ്ട ആൻസർ 345 ആയിരുന്നു. അപ്പോൾ അത് വരില്ല, 346.5 ആണ് വരുന്നത്. അപ്പോൾ നോട്ട് കറക്റ്റ് എന്ന് പറയാം. ആ എക്സസൈസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്